പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുലർച്ചെ 6 മണിക്ക് ആ യാത്ര തുടങ്ങി. കായൽപട്ടണം എന്ന ചരിത്രഭൂമിയിലേക്കുള്ള യാത്ര. ഉച്ചയ്ക്ക് 3 മണിയോടെ ഞങ്ങൾ കായൽപട്ടണം സ്റ്റേഷനിൽ കാലുകുത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ഓട്ടോയിൽ നേരെ മഹദറയിലേക്ക്. അവിടെ ബാഗുകളെല്ലാം സുരക്ഷിതമായി വെച്ച് ഞങ്ങൾ ആത്മീയതയുടെയും ചരിത്രത്തിൻ്റെയും ലോകത്തേക്ക് ഇറങ്ങി. ഈ മഹദറയുടെ ചരിത്രത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ജീലാനി തങ്ങളുടെ 17ാമത്തെ പേരക്കുട്ടിയായ അബ്ദുല്ലാഹിൽ ബഗ്ദാദി തങ്ങൾ നബി തങ്ങളുടെ നിർദ്ദേശപ്രകാരം കായൽപട്ടണത്ത് നിർമ്മിച്ചതാണിത്. ഇതിന് സമീപത്താണ് പ്രശസ്തമായ മഹ്ദറത്തുൽ ഖാദിരിയ സ്ഥിതി ചെയ്യുന്നത്. ഈ മഹ്ദറയുടെ പ്രത്യേകതകൾ മാത്രം നിറഞ്ഞ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾ കാണാൻ മറക്കരുത്. 1000 വർഷത്തിലധികം പഴക്കം, 1000 തൂണുകൾ താങ്ങി നിർത്തുന്ന ആ വിസ്മയത്തിനകത്ത് ഞങ്ങൾ അസർ നമസ്കരിച്ചു. ആ പുരാതന പള്ളിയുടെ ഉള്ളിലെ ശാന്തതയും നിർമ്മാണ വൈഭവവും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. അസർ നമസ്കാരത്തിന് ശേഷം പള്ളിക്ക് പുറത്തേക്ക്. അവിടെ ചിന്ന ലബ്ബയ്യപ്പ വലിയുള്ളാഹി തങ്ങളുടെ മക്ബറ, 55 തവണ ഹജ്ജ് നിർവഹിച്ച മഹാന്റെ ചരിത്രമുറങ്ങുന്ന ഇടം. അവസാന ഘട്ട ആജ്ഞപ്രകാരം ഗൾഫ് നാട്ടിൽ നിന്നും സയ്യിദ് മുഹമ്മദ് വലിയുള്ളാഹി മയ്യത്ത് നമസ്കാരം നടത്തിയ മഹാൻ. ഞങ്ങളുടെ അന്വേഷണം പ്രധാനമായും പുലവർ എന്ന് പേര് രേഖപ്പെടുത്തിയ ആ മക്ബറയ്ക്ക് വേണ്ടിയായിരുന്നു. ഒടുവിൽ വരികൾ കൊണ്ട് അത്ഭുതം തീർത്ത വരകവി കാസിം പുലവർ അപ്പ വലിയുള്ളാഹി ദർഗാ ഷെരീഫ് ഞങ്ങൾ കണ്ടെത്തി. എൻ്റെ പൂർവികരുടെ അടയാളങ്ങൾ തേടിയുള്ള യാത്രയുടെ സുപ്രധാന നിമിഷമായിരുന്നു അത്. സമ്പന്നരും ധർമ്മശീലരുമായ ചിന്ന ലബ്ബയ്യപ്പയുടെയും പെരിയ ലബ്ബയ്യപ്പയുടെയും മക്ബറകൾക്ക് മുന്നിൽ പ്രാർത്ഥനയോടെ പിന്നീട് ആ പഴയ തെരുവുകളിലൂടെയുള്ള യാത്ര. പ്രായമായവരോട് സംസാരിച്ചും പഴയ അടയാളങ്ങൾ തിരഞ്ഞും ഇസ്മായിൽ പുലവർ എന്ന പൂർവികൻ്റെ വേരുകൾ തേടി ഇസ്മായിൽ എന്ന ഞാനും ഞങ്ങളുടെ കൂടെയുള്ളവരും നടന്നു. വീണ്ടും ഒരു മക്ബറ. അഷേഖ് ചാളാർ മരക്കാർ AD 1468 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം ഒരു മലയാളിയായിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. ആ മക്ബറ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുള്ള പള്ളിയാണ് മഴ ലഭിക്കാതെ വന്നപ്പോൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മഴ ലഭിച്ച മീക്കായിൽ പള്ളി. അപൂർവമായി മാത്രം മഴ പെയ്യുന്ന ആ മണ്ണിൽ ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മുൻപേ മഴ പെയ്തിരിക്കുന്നു. പ്രാർത്ഥിച്ചപ്പോൾ മഴ ലഭിച്ച ആ പുണ്യസ്ഥലത്ത് ഞങ്ങൾ എത്തുമ്പോഴും മഴയെത്തിയത് ഒരു വലിയ നിമിത്തമായി. മഴ കൂടുതലായാൽ വെള്ളം പൊങ്ങി വെള്ളപ്പൊക്കത്തിന് സമാനമായ അന്തരീക്ഷമായി മാറുന്ന നാടാണിത്. അല്ലഫൽ അലിഫ് എന്ന പ്രവാചക പ്രകീർത്തനം രചിച്ച ഉമർ കാഹിരി കായൽപട്ടണത്തുകാരുടെ ഉമർ വലിയുള്ളാഹി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം സാഹിബ് അപ്പ തൈക്ക എന്നാണ് അറിയപ്പെടുന്നത്. രാത്രിയായിരിക്കുന്നു. ബാഗുകളെടുത്ത് ഇനി തിരുച്ചെന്തൂരിലേക്ക് പോകണം. കായൽപട്ടണത്ത് ഹോട്ടലുകൾ ലഭ്യമല്ലാത്തതിനാൽ ഇന്ന് ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ലെങ്കിലും ഈ ചരിത്രയാത്ര തന്ന സംതൃപ്തി മനസ്സ് നിറയെ ഉണ്ടായിരുന്നു. ഭക്ഷണം പോലും കഴിക്കാതെ കായൽപട്ടണത്തെ പള്ളികളും മക്ബറകളും കയറിയിറങ്ങിയ ഈ പകൽ ഒരു വലിയ ചരിത്ര പുസ്തകം വായിച്ചു തീർത്ത അനുഭവമാണ് നൽകിയത്. അന്വേഷണം ഇനിയും തുടരും.